കണ്ണിൽ ചോരയിലെത്ത ഈ ക്രൂരതയ്ക്ക് പോലീസിന്റെ നടപടി. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായ നജ്മലിനെ പുലർച്ചെയോടെ ശാസ്താംകോട്ട പോലീസ് സംഘം പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മനുഷ്യത്വമില്ലാത്ത ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഇന്നലെ ഉച്ചയോടെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ ശ്രീകുട്ടിയുമായി അജ്മൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഓണം ആഘോഷിച്ചു, അമിതമായി മദ്യപിച്ചു. ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കൂവി പറയുന്നുണ്ട്, വണ്ടി എടുക്കല്ലേ, നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചായി തന്നെ കിട്ടും. പക്ഷെ അയാൾ ആരും പറയുന്ന കേൾക്കാതെ 2-3 വെട്ടം ഇങ്ങനെ ഇട്ട് ഉരുട്ടി ഇത്തടെ പുറത്തുകൂടെ അങ്ങ് വണ്ടി എടുക്കുമായിരുന്നു. ഈ ഫ്രണ്ടോട്ട് വീണോടനെ അവിടെ അല്ലാതെ ആൾ കൂടി അവൻ്റെ സ്ത്രീയാണെങ്കിൽ വരെ നമ്മുടെ കൂടെ ഒരു പയ്യൻ കയറി പിടിച്ചു. വണ്ടി എടുക്കല്ലേ, വണ്ടി അടിക്കുക ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ടിലൊരു സ്ത്രീ ഇരുന്നിട്ടാണ് ആ ഡോക്ടർ എന്ന് പറയുന്നത്. അവരാണ് വണ്ടി പോട്ടെന്ന് കൈ കാണിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോട്ടെന്ന്. മദ്യലഹരിയിലാണ് അപകടമുണ്ടാക്കിയതെന്നാണ് അജ്മലിന്റെ മൊഴി. കൊല്ലം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു. തൊട്ടുപിന്നാലെ ഇരുവർക്കുമെതിരെ കേസെടുക്കാൻ തീരുമാനം. ഈ പിടികൂടിയ ആളിനെ സംബന്ധിച്ച് അയാൾ ഒരുപാട് കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് പറയുന്നത്. പ്രതിയാണ്. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. മനഃപൂർവ്വമുള്ള നരഹത്യയാണ് ഇരുവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പോലും ഡോക്ടറായ ശ്രീകുട്ടി തയ്യാറായില്ല. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ ശ്രീകുട്ടി നിർദ്ദേശിച്ചുവെന്നും സാക്ഷിമൊഴിയുണ്ട്. ഈ മൊഴി കൂടി പരിഗണിച്ചാണ് ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചത്. കാറിനടിയിലേക്ക് വീണ മൈനാഗപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. ഇവരെ തടയാൻ ശ്രമിച്ച ഒരു ബൈക്ക് യാത്രികനെ അജ്മൽ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. മൂന്നര കിലോമീറ്റർ നീണ്ട ചേസിങ്ങിനൊടുവിലാണ് വാഹനം തടഞ്ഞു നിർത്തിയത്. ഒട്ടേറെ വാഹനങ്ങളിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയും ചെയ്തു. പോലീസും നാട്ടുകാരും കാർ വളഞ്ഞതോടെ അജ്മൽ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. മനസാക്ഷിക്ക് നിരക്കാത്ത സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ് ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും ചേർന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചതും. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.